ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിൻ്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും കൂടെ കാർത്തിക കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കാർത്തികയാണെങ്കിലോ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അപ്പൊ കാർത്തികയ്ക്ക് മനസ്സിൽ നല്ല പോലെ തന്നെ വിഷമമൊക്കെ ഉണ്ട്. തൻ്റെ കൂടപ്പറപ്പിനെയാണ് താനിപ്പോൾ വിഷമിപ്പിക്കുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട്. പക്ഷേ എന്നാലും ഇവൾ ഇതൊന്നും മുഖത്ത് കാണിക്കാതെ നമ്മുടെ കിരണിനോടും കല്യാണിയോടും കർക്കശമായിട്ട് മറുപടി പറയുകയാണ്. അങ്ങനെ ഇനി ഈ ഒരു ഡീലിങ് അതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം അവരെടുത്തു. ഈ സമയത്താണെങ്കിലോ നമ്മുടെ കിരണിന് നല്ല സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. കിരണും അതുപോലെ തന്നെ കല്യാണിയും കൂടെ ഇനി ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാർത്തിക ഇപ്പൊ തന്റെ പ്രകാശൻ എന്ന് പറയുന്ന തന്തയെ സ്വന്തം തന്തയായിട്ട് തന്നെ കണ്ടു തുടങ്ങി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ കല്യാണിക്കാണെങ്കിൽ വലിയ സങ്കടമായി. ഒരാൾ കൂടെ പ്രകാശിന്റെ വലയിൽ പെട്ടല്ലോ എന്നുള്ളൊരു സങ്കടം. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പടിയിറങ്ങുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ കിരണും കല്യാണിയും കൂടെ നിന്ന് സംസാരിച്ചു കേട്ടോ. എത്രയൊക്കെ വന്നാലും കാർത്തിക നല്ലൊരു വ്യക്തിയായിരുന്നു. പക്ഷെ എന്താണ് കാർത്തികയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. കിരണേട്ടാ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പം ആ കാർത്തിക ചേച്ചിയോട് നമ്മൾ സത്യങ്ങളൊന്നും പറഞ്ഞിട്ടും ആ ചേച്ചി അതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല. പിന്നെ ഇനി നമ്മൾ എങ്ങനെയാണ് പുള്ളിക്കാരി കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുക എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു കല്യാണി, നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? കാർത്തികയ്ക്ക് സത്യങ്ങൾ അറിയില്ലെങ്കിൽ കാർത്തിക അറിയണ്ട. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയൂ എന്നുള്ള രീതിയിൽ നമ്മുടെ കിരൺ ഇങ്ങനെ സംസാരിച്ചു. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് സരയുവിനെ ചേർത്ത് നിർത്തിയിട്ട് നമ്മുടെ മനോഹരൻ കല്യാണത്തിന്റെ ഒരുക്കങ്ങളിലേക്കൊക്കെ പോകാനുള്ളൊരു തയ്യാറെടുപ്പാണ്. അപ്പം സരയുവിൻ്റെ അടുത്ത് പറഞ്ഞു, മോളുതേ മനുവേട്ടന് ബിസിനസ് ടൂറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മോൾക്കറിയാമല്ലോ, ഒരുപാട് കാലമായി ഞാൻ അവിടെയൊക്കെ ഒന്ന് പോയിട്ട്. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ ഞാൻ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമെന്നൊക്കെ പറഞ്ഞു. ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ ബഗാസുരൻ അങ്ങോട്ട് വരികയാണ്. അപ്പൊ പുള്ളിയെ കണ്ട പാടെ തന്നെ നമ്മുടെ മനു പറഞ്ഞു, ദേ വരുന്നുണ്ട് നിന്റെ അച്ഛൻ. ഇനി എന്താണാവോ പറഞ്ഞുണ്ടാക്കാൻ പോകുന്നത്? അപ്പൊ തൻ്റെ മകളെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്നതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രാഹുലിന് നല്ല സങ്കടമൊക്കെ ഉണ്ട്. രാഹുൽ പറഞ്ഞു, എന്താടാ ഇതിനു വേണ്ടിയൊക്കെ സംസാരിക്കാനുള്ളത്? അല്ല, നീ എങ്ങോട്ടോ ഒരു ദൂരയാത്രയ്ക്ക് പോവുകയാണെന്നൊക്കെ അറിഞ്ഞു. നീ എവിടെയാടാ പോകുന്നതെന്നൊക്കെ നമ്മുടെ മനുവിനോട് ഇങ്ങനെ ചോദിക്കുമ്പം അത് എനിക്ക് കുറച്ച് ബിസിനസ് ടൂറും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മനോഹരനെ ആക്കിയൊക്കെ നമ്മുടെ രാഹുൽ സംസാരിക്കുമ്പോഴത്തേക്കിനും സരയുന് ഇതൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. സരയു ആണെങ്കിൽ അച്ഛനാണ് എന്ന് പോലും നോക്കാതെ നമ്മുടെ രാഹുലിന്റെ മെക്കിട്ട് കയറി ചെല്ലുകയാണ്. അങ്ങനെ രാഹുലാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടാതെ പുള്ളിക്കാരൻ അവിടെ നിന്ന് അങ്ങ് പോയി. അതിനുശേഷമാണെങ്കിലോ ഇവർ കെട്ടിയോളും കൂടെ നിന്ന് സംസാരിച്ചു. അതെ, ഞാൻ എൻ്റെ അച്ഛനെ ഒരുപാട് സ്നേഹിച്ചതാ. എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ചെറിയ ആഗ്രഹങ്ങളും മുതൽ എൻ്റെ അച്ഛനാ എനിക്ക് സാധിച്ചു തന്നുകൊണ്ടിരുന്നത്. അവസാനം ഇപ്പൊ എനിക്ക് എൻ്റെ അച്ഛനെ കണ്ടുകൂടാത്ത നിലയിലൊക്കെ ആയി. അതിനൊക്കെ കാരണക്കാരൻ അച്ഛൻ്റെ ഈ ഒരു സ്വഭാവം തന്നെയാണ്. അച്ഛന് ഇപ്പൊ മനുവേട്ടനെ ഇഷ്ടമല്ലല്ലോ. എൻ്റെ മനുവേട്ടനെ വിശ്വസിക്കാൻ അച്ഛൻ തയ്യാറല്ല. എനിക്ക് എൻ്റെ മനുവേട്ടൻ കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സരയു നമ്മുടെ മനോഹരനോട് വളരെ സ്നേഹത്തിൽ പെരുമാറുകയാണ്. അപ്പൊ മനു ആണെങ്കിലോ, എനിക്കറിയാം മോളുടെ മനസ്സൊക്കെ എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. ദേ മോൾ ഒരു കാരണവശാലും വിഷമിക്കുമൊന്നും വേണ്ട. മോളുടെ എന്ത് കാര്യത്തിനും ഈ മനുവേട്ടനൊപ്പം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സരയുവിനെ സോപ്പിട്ട് പതപ്പിച്ച് ഇങ്ങനെ അടുത്ത് ചേർത്ത് നിർത്തുകയാണ്. പിന്നീടാണെങ്കിലോ പിന്നീട് നമ്മളെ കാണിക്കുന്നത് വീട്ടിലെത്തുക നമ്മുടെ കിരണും കല്യാണിയും കൂടെ. അപ്പൊ രണ്ടുപേരും കൂടെ ഇങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീപ പറഞ്ഞു, ദേ മോനെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്തോ ഒരു ലെറ്റർ ഇവിടെ വന്നിട്ടുണ്ട്. ദേ ഞാൻ അതൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ഗുഡ് ന്യൂസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കല്യാണിയെയും കിരണിനെയും ദീപ അതങ്ങ് ഏൽപ്പിക്കുകയാണ്. അത് വായിച്ചു നോക്കുമ്പോഴത്തേക്കിനും കിരണിന്റെ മുഖത്ത് എന്താണെന്ന് അറിയാത്തൊരു സന്തോഷം വരിക. ഇതേ കല്യാണി, നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ദേ നീ ഒന്ന് ആഗ്രഹിച്ചതുപോലെ തന്നെ നിനക്ക് ഇപ്പതാ ആ ഒരു കാര്യം നടന്നിരിക്കുകയാണ്. ഇനി നീ ആഗ്രഹിക്കുന്നതിനപ്പുറം രീതിയിൽ നിനക്ക് പഠിക്കാനൊക്കെ സാധിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ കല്യാണി എന്തോ ഒരു കോഴ്സ് എടുക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനും സംഭവവും ഒക്കെ അയക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ എന്തോ ഒരു പേപ്പർ വീട്ടിലേക്ക് വന്നതാണ്. അങ്ങനെ ഇവരിതൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും കല്യാണിക്ക് സങ്കടമുണ്ട്. കാർത്തിക ചേച്ചിയെ പോലെ നല്ലൊരാളെ തനിക്ക് മിസ്സായല്ലോ. അപ്പം ആ ചേച്ചിയുടെ സ്നേഹത്തിന് തനിക്ക് വലിയ താല്പര്യമായിരുന്നു. എന്തോ ഒരു മുൻജന്മ പരിചയം. ആ ഒരു ബന്ധത്തിന്റെ പുറത്താണ് നമ്മുടെ കല്യാണി ഇത്രയും നാളും കാർത്തികയോട് ഇടപഴകിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് കാർത്തിക ഇങ്ങനെ തള്ളി പറയുമെന്ന് കല്യാണി സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മനോഹരന്റെ ആ ഒരു കല്യാണ സ്ഥലമാണ്. ഓഡിറ്റോറിയത്തില്
നമ്മുടെ ആ ഒരു മേഘ്നയുടെ അമ്മ അവളും അവരുടെ ഭർത്താവും കൂടെ നിന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. എൻ്റെ ജിഷമോളുടെ കല്യാണത്തിന് മേഘ്ന എങ്ങാനും വന്നു കഴിഞ്ഞാൽ അവളുടെ മുട്ടുകാല് തല്ലി ഒടിക്കും ഞാൻ, അസത്തിനെ ഞാൻ ഈ പരിസരത്ത് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജിഷയാണെങ്കിലോ, അമ്മ നമ്മൾ ഒരുപാട് പേരൊന്നും വിളിക്കാണ്ടല്ലേ അമ്മ കല്യാണമൊക്കെ നടത്തുന്നത്, അതിൻ്റെ ഒരു സങ്കടമൊക്കെ എനിക്കുണ്ട്. എന്നാലും എൻ്റെ ടോണിയേട്ടന് ഇന്നത്തോടു കൂടി എൻ്റെതായി മാറുമല്ലോ എന്നുള്ളൊരു സന്തോഷമൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങോട്ടേക്ക് നമ്മുടെ വരനായിട്ടുള്ള ടോണി, അതായത് നമ്മുടെ മനോഹരൻ അങ്ങ് എത്തുകയാണ്. അപ്പം മനുവിനെ ആനയിച്ച് കൊണ്ടുവരുന്നത് രാഹുലാണ്. അങ്ങനെ രാഹുലും മനോഹരനും കൂടെ ചിരിച്ചു കളിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ആ ഒരു വിശേഷം അവസാനിക്കുന്നത്. അപ്പം എന്തായാലും ഈ കള്ളന് വീണ്ടും ഒരു പെണ്ണിനെ കിട്ടിയിരിക്കുകയാണ്. ആ കല്യാണം നടക്കുമോ ഇല്ലയോ എന്നുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. എന്തായാലും ഫുൾ വിശേഷം നമ്മൾ രാവിലെ ഇടുന്നതാണ്. അപ്പം കാണാത്ത കൂട്ടുകാർ കയറി കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.